1976 സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 10 മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് സാധ്യമായത്. 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമതൊരു മൗലിക കടമ കൂടി ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടു. മൗലിക കടമകൾ എന്ന ആശയത്തിന് ഇന്ത്യൻ ഭരണഘടന കടപ്പെട്ടിരിക്കുന്നത് USSRനോടാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. 1946 ഡിസംബർ 9-നാണ് ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അധ്യക്ഷൻ. എന്നാൽ 1946 ഡിസംബർ 11-ന് ഡോക്ടർ S രാജേന്ദ്ര പ്രസാദിനെ ഇതിന്റെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഗ്രാമസഭകളുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ 243A ആണ്. അമെൻമെന്റ് 73 പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അമെൻമെന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 18 അടിയന്തരാവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസിയെ കുറിച്ചാണ് പറയുന്നത്. The Indecent Representation of Women Prohibition Act was passed by Parliament in 1986. 1986-ലാണ് ഈ നിയമം പാസ്സാക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990-ലാണ് പാസ്സാക്കുന്നത്. 31/1/1992 നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അഥവാ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നു. വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ രാജ്യം സ്വീഡനാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 ഡിസംബർ 19. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 61ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1989 ഈ അമെൻമെന്റ് നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെറ്റൽവാദാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളിസിറ്റർ ജനറൽ DK ഡഫ്താരിയാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ബാലവേല നിരോധിക്കുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 24 ആണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് ഏത് നിയമമാണ്? അത് 2005-ലെ വിവരാവകാശ നിയമമാണ്. മഹാരാഷ്ട്രയിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘത്ത് എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായാണ് 2005-ൽ ഈ നിയമം പാസാക്കപ്പെടുന്നത്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ 1997-ൽ തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് എന്ന് പറയാൻ സാധിക്കും. നിഷേധ വോട്ട് അഥവാ നോട്ട നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഫ്രാൻസ് ആണ്. ഈ സമ്പ്രദായം നടപ്പിലാക്കുന്ന 14ാമത്തെ രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 148 മുതൽ 151 വരെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഥവാ CAGയെ കുറിച്ചാണ് പറയുന്നത്. CAGയെ നിയമിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് CAG ആണ്.
ഇന്ത്യയിലെ ആദ്യത്തെ CAG വി നരഹരി റാവു. Which of the following is not a constitutional body? The answer is State Human Rights Commission.